രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയം പൂർണ്ണതോതിൽ അർത്ഥവത്താകണമെങ്കിൽ അതിൽ പരസ്പരം യോജിപ്പിച്ചു നിർത്തുന്ന അദൃശ്യമായൊരു മാധ്യമം അഥവാ ഘടകം ആവശ്യമാണ്. പ്രയർ അഥവാ പ്രാർത്ഥന എന്നത് ഒരു ആശയവിനിമയമാണ്. പ്രയർ എന്ന ഇംഗ്ലീഷ് പദത്തെ നാം രണ്ടായി തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യ ഭാഗം ഓർമ്മിപ്പിക്കുന്നത് തന്നെ കണക്റ്റഡ് വിത്ത് ഗോഡ് എന്നും അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് യു അഥവാ നീ എന്ന അർത്ഥം വരുന്ന പദത്തെയുമാണ്. അങ്ങനെയെങ്കിൽ പ്രയർ അഥവാ പ്രാർത്ഥന എന്നത് യു ആർ കണക്റ്റഡ് വിത്ത് ഗോഡ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മൊബൈൽ ഫോണിൽ നാം ഒരു വ്യക്തിയുമായി ആശയവിനിമയം നടത്തുമ്പോൾ പരിധിക്കുള്ളിലായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രയാണെന്ന് നമുക്കേവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ദൈവവുമായി ആശയവിനിമയം നാം നടത്തുമ്പോൾ അത് പൂർണ്ണമായും പരിധിക്കുള്ളിൽ ആയിരിക്കേണ്ടത് എത്ര അത്യാവശ്യമാണ്. പരിശുദ്ധാത്മ നിയന്ത്രിതവും പൂർണ്ണവുമായൊരു ജീവിതം നയിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ പരിധി വിട്ടുപോകാതെ, ബന്ധം വിച്ഛേദിക്കപ്പെടാതെ ദൈവവുമായി നിരന്തരം ആശയവിനിമയം നടത്താൻ നമ്മെ സഹായിക്കും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.